ഇഷ്ടം തന്നെ. ഗുണ്ടുവിന് നിന്നെ ഇഷ്ടം തന്നെ. എവിടെ നീ എന്തിനാണ് മക്കളെ? നിന്റെ അടുത്ത് ഇഷ്ടം തന്നെ. ഒന്നുകൂടി വിടറേ അങ്ങോട്ടെ. എടി മക്കളെ, അയ്യേ ഗുണ്ടൂര് നിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എടി ഒന്നുകൂടി നോക്കാം. ദേഷ്യം വരുന്നോടാ. തല്ലാൻ തോന്നുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. കാരണം എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ കുറേ വിഷമങ്ങൾ പറയാനും, അല്ലെങ്കിൽ ഇവരുടെ കാര്യം, നമ്മൾ ഗുണ്ടുവിൻ്റെയും അമ്മ ഡോഗിൻ്റെയും അല്ലെങ്കിൽ ആമിയുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഗുണ്ടുവും ആമിയൊക്കെ ഞാനും എൻ്റെ അനിയത്തിയുടെയും പ്രഷറിലാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒട്ടും വയ്യ ഗൈസ്, എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആമിയും ഗുണ്ടും ഒക്കെ എൻ്റെയും അനിയത്തിൻ്റെയും പ്രഷറിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയ ഫസ്റ്റ് എമൗണ്ട് എനിക്ക് ഇതിൽ നിന്ന് എന്താ പറയുക, അവന് കൂടിന് വേണ്ടി കൊടുക്കണം എന്നതാണ്. കിട്ടൂല ശ്രീകുട്ടി, അതെനിക്കറിയാം. കാരണം നമ്മൾ മോണിറ്റൈസേഷൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല ഗൈസ്. അപ്പം അതിന് ഒരുപാട് വലിയ കടമ്പകൾ കടക്കാനുണ്ട്. പക്ഷേ എന്തോ ഈ ഒരു ചെറിയ സന്തോഷം എനിക്ക് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് തോന്നിയിട്ട് കാണിച്ചതാണ്. ഞാനൊരു ആൻറ്റീൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പം അവരുടെ ഒരു ഡോഗിന് മൊത്തത്തിൽ കെട്ടി ഇങ്ങനെ എടുത്തപ്പം 7500 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഗുണ്ടുവിനും അമ്മ ഡോഗിനും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ 10 കഴിയും. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഗൈസ്, സത്യം പറയാം. എൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞില്ല, പ്രഷറിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. എനിക്കിവരെ പിരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ തന്നെ കാണില്ല രണ്ടുപേരും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള. അപ്പം ഇതൊന്നും എനിക്ക്, പക്ഷെ വീട്ടുകാർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ടി നിങ്ങൾക്ക് വളർത്തണ ആർക്കെങ്കിലും കൊടുത്തുകൂടെ എന്നൊക്കെ. പക്ഷെ എന്തോ ഗൈസ് അറിഞ്ഞൂടെ, ഇവർ അമ്മയും മോനും ഇങ്ങനെ കണ്ട് എന്തോ നമുക്ക് അവരെ പിരിക്കാനുള്ളൊരു മനസ്സില്ല. അതാണ് സത്യം. അവർ കൊടുക്കാൻ വേണ്ടി എനിക്ക് ആരെങ്കിലും കൊടുക്കടേ. അപ്പുറം ഇപ്പുറം രണ്ടുപേരും ഇരിപ്പുണ്ട്. ഇനിയും കൊടുക്കുമെന്ന് പറഞ്ഞ് നോക്കിയിരിപ്പുണ്ട്. ആര് കൊടുക്കും? അമ്മ മതിയേ, എങ്ങനെയാ നമുക്ക് ഈ കളിയില് ഞാൻ അവളൊന്നും എനിക്കില്ലേ. അപ്പൊ അമ്മയ്ക്ക് മാത്രമേ ഇരിക്കാൻ അറിഞ്ഞൂടാ. അമ്മ ഗുണ്ടു ഇരുന്നേ വാങ്ങിച്ചു കഴിക്കൂ. ഇവ ഇങ്ങനെ നിന്നേ വാങ്ങിച്ചു കഴിക്കൂ. അവന് മര്യാദയില്ല. ഗുണ്ടുവിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവള് പറഞ്ഞാൽ മനസ്സിലാവൂല. കൊടു ആകെ ഉള്ളത് 10-15 ബിസ്ക്കറ്റ്. അതിലുള്ള 10 ബിസ്ക്കറ്റ് ഇവർക്ക് കൊടുത്തിട്ട് 5 ബിസ്ക്കറ്റ് പോലും നമുക്ക് അമ്മ തന്നില്ല. ഇപ്പൊ നമ്മളാണോ ഇവരാണോ മക്കളെന്ന് നമുക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു മുട്ടായി കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും നമ്മളെ ഗുണ്ടു മണം പിടിച്ച് വന്നിട്ടുണ്ട്. കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പൊട്ടിക്കും. എള്ളു മുട്ടായി അറിയാമല്ലോ, അത് പൊട്ടിച്ചത് ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ തന്നെ പറ, ഈ പഞ്ചഭാഗത്തിന്റെ ഈ മുഖം കണ്ടിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും? അവൻ്റെ നിഷ്കളങ്കമായ മുഖം നോക്കൂ, എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും? അങ്ങനെ ഞാനും കൊടുത്തു, ഒരുപാട് കൊടുത്തു. ഒരെണ്ണം കൊടുത്തു, വീണ്ടും അവൻ്റെ ആ മുഖം വീണ്ടും മാറുന്നില്ല. ഓക്കെ, ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ ഇനിയും വേണമെങ്കിൽ അവൻ കയറി ഇരിക്കും. അപ്പം നമ്മൾ വീണ്ടും കൊടുക്കണം.
അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. 5000 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ഗൈസ്. അതിനു മുമ്പ് തന്നെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് 4,00,000 സംതിങ് ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അത്രയും വ്യൂസൊക്കെ കിട്ടുന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ വീഡിയോയിൽ ഗുണ്ടു ഓടി വരണതും ഞാൻ എടുക്കുന്നതും ഒക്കെയാണ്. സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതും ഒരു വലിയൊരു എന്താ പറയുക, ഇരട്ടി മധുരം എന്ന് പറയില്ലേ ഗൈസ്, അതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു ചലഞ്ച് ചെയ്യാം. ചലഞ്ച് വേറൊന്നുമല്ല, എന്നെയാണോ അതോ കുഞ്ഞിനെയാണോ ഗുണ്ടുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമൊന്നും അവ ആരെടുത്ത് അതേപോലെ ഓടി വരും. ഇപ്പം ഞാനും അവളും ഒക്കെ ഒരുമിച്ച് നിന്നാൽ ആരെടുത്ത് അവ ആദ്യം വരുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. എനിക്ക് അത് പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെ. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുവരെ എത്താൻ പറ്റത്തില്ല. കാരണം എൻ്റെ മീൻസ് എല്ലാവരുടെ സപ്പോർട്ടിനേക്കാളും നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇവരുടെ കാര്യങ്ങൾ ഇത്രയെങ്കിലും കൊണ്ടെത്തിച്ചതും. ഒരുപാട് യൂട്യൂബിൽ നിന്നായാലും ഒരുപാട് പേരുടെ നല്ല കമൻറ്റുകളൊക്കെ കണ്ടാണ് എൻ്റെ വീഡിയോ എനിക്ക് ഇടാനുള്ള ഒരു മോട്ടിവേഷനും കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ. അച്ഛനാണ് നമ്മളെ ഗുണ്ടുവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ റോഡ് സൈഡിൽ ആണ്, കാരണം നമുക്ക് സ്ഥലമൊന്നുമില്ല ഗൈസ് വീടിനകത്ത് വെച്ച് ചെയ്യാൻ. പിന്നെ നമ്മളെ ഗുണ്ടുവിനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്താ പറയുക, റോഡിൻ്റെ എല്ലാ സൈഡിലും ആളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗുണ്ടുവിനെ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വിടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. വയോ. ഗുണ്ടുവേ 2 ചേച്ചിമാരെ നിർത്തിയിട്ടുണ്ട്. ആരെടുത്താണ് കൂടുതൽ സ്നേഹമാണെന്ന് നോക്കാം. വിട്ടോ ചേട്ടാ. ഒന്നുകൂടി നോക്കിയാലാ. നേരത്തെ പറഞ്ഞു വിട്ടപ്പം നടുക്കാണ് പോയത്. 2 പേരെയും പണം കിട്ടുന്നത്. അതുകൊണ്ട് 2 പേർക്കും സംശയം. കയറ്റിവിട്. പരീക്ഷണം. ആ ശരി, ഗുണ്ടുവിനെ വിട്ടോ. ഗുണ്ടുവേ ഓടി. എന്തടി? അയ്യോ, നിന്നെ ഇഷ്ടമുണ്ട്, വേണങ്ങണ്ട. നിന്നെ ഇഷ്ടം തന്നെ ഗുണ്ടുവിന്, നിന്നെ ഇഷ്ടം തന്നെ. എവിടെ നീ എന്തിനാണ് മക്കളെ? നിന്റെ അടുത്ത് ഇഷ്ടം തന്നെ. ഒന്നുകൂടി വിടറേ അങ്ങോട്ടെ. എടി മക്കളെ, അയ്യേ, ഗുണ്ടുവിന് നിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എടി ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി നോക്കിയല്ല ആരോടെയാണ് ഇഷ്ടമെന്ന് നോക്കാം. പോരെ, നോക്കാമോ? നീ കൂടുതൽ അതുങ്ങൾ ഗുണ്ടുവിനെ വിളിച്ച് വിട്ടോ. അത് ഓടി ഓടി തളന്ന്. സന്തോഷായ? ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഗുണ്ടു ദിവസം കൂടുന്തോറും ഗുണ്ടുവിന്റെ കുസൃതി കൂടി വരുവാണ്. ആളിപ്പം ഇന്ന് തന്നെ എൻ്റെ ഒരു 4-5 പ്രാവശ്യം എൻ്റെ തലമുടിയെ പിടിച്ച് വലിയായിരുന്നു. ഇതേപോലെ ബണ്ണ് വലി ചൂരക്കൊക്കെ ആയിരുന്നു ആള്. പിന്നെ നമ്മൾ ആമിക്കുട്ടിയെ അന്വേഷിക്കുന്നവർ സത്യം പറഞ്ഞാൽ എന്താ പറയുക, അവൾ അന്ന് സർജറി കഴിഞ്ഞതോടെ നമുക്ക് ഇവിടെ ഒരു 10-20 ദിവസം ഇവിടെ നിന്നിട്ടുണ്ട്. 1 മാസത്തെ അടുപ്പിച്ച് ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നതിന് ശേഷം നേരെ എന്ത് ചെയ്തു, മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം അമ്മാമ്മേരെ വീട്ടിൻ്റെ അവിടെ അമ്മാമ്മേരെ വീട്ടിൻ്റെ അവിടെ കെട്ടിയിട്ടു. പിന്നെ അവൾക്ക് ഇവിടെ നിൽക്കാനാണ് ഗൈസ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എപ്പോഴും ചില എന്ന് വെച്ചാൽ 1.5 ആകുമ്പോൾ തന്നെ ആള് കിടന്ന് വിളിക്കും ഇവിടെ വരാൻ വേണ്ടി. അങ്ങനെ പിന്നെ അമ്മാമ്മ ഒന്നെങ്കിൽ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ കരച്ചിൽ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് മക്കളെ ഇവിടെ കിടന്ന് കരയണം എന്ന് പറയുമ്പം അഴിച്ചു വിടുമ്പോൾ ഓടി നമ്മളെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ആള്. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയി നിൽക്കും. അപ്പോൾ ആൾ ഓടി വരണം നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ വീട്ടിലെടുത്തും. പിന്നെ 2 ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ, ഗുണ്ടു പിന്നെ അമ്മ ഡോഗ് വന്നാൽ
വൺ കുസൃതി കൂടുതലാണ് ആള്. അങ്ങനെ പിന്നെ രഹസ്യമായിട്ട് വീട്ടിനകത്തോട്ട് കയറും, പല സാധനങ്ങളും എടുത്തോണ്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും. അന്ന് നിങ്ങൾ കണ്ടില്ലേ, ചെരുപ്പ് പിന്നെ മറ്റേ മാവ് ഇതെല്ലാം ആൾ എടുത്തോണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നതാണ്. രണ്ടുപേരും കൂടി ആവുമ്പോ അത് വലിയ വൻ പ്രശ്നമാവും. പിന്നെ 2 ദിവസം കഴിവാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തും വീണ്ടും. പിന്നെ വീണ്ടും ഇവിടെ വരും. അങ്ങനെയാണ്, അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയല്ല. ആള് 2 ദിവസം 2-3 ദിവസമൊക്കെ ഇപ്പം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അവളെ ഇടയ്ക്കൊക്കെ തുറന്നു വിടുമ്പോ ഇങ്ങ് പോരും, അത്രേ ഉള്ളൂ. ഇപ്പം ഇതാണ് അമ്മ ഡോഗിന്റെ കാര്യം. സംഭവം അനിയത്തി ഇവിടെ കുപ്പിയിട്ട് കളിക്കുന്നതാണ്. അവര് ദേഷ്യം വന്നേട്ടാ. മക്കള് പോ, അവളെ നിന്നെ ഒന്നും വാങ്ങിക്കണ്ട. എടുക്കല്ലേ, അവള് എത്ര പ്രാവശ്യം പിടിച്ചു പറിച്ചത് അവന്. പോവൂല നീ എടുത്തെറിഞ്ഞാലൊന്നും. പോവല്ലേടാ. കുഞ്ഞു എറിയൂ, പോവത്തില്ല. ഗുണ്ട് ഇവിടെ നിൽക്കണമെങ്കിൽ നമ്മുടെ ദിവസം പോണത് അറിയൂല ഗൈസ്. സത്യം പറഞ്ഞാൽ ഗുണ്ടുവിന്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇവരെല്ലാരും കളിക്കാനൊക്കെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മളില്ല, ആള് പിന്നെ ബോറടിച്ച് നീ മാറിപ്പോടൂ. നോക്കണ ഗൈസ്, ഞാൻ പോവാം, എനിക്ക് പേടിയാ. അമ്മേ രക്ഷിക്കണേ. അമ്മേ രക്ഷിക്കണേ. കുട്ടി പിശാശേ, ആ വീഡിയോ ഇടായിരുന്നു. ഇവിടെ ഒന്നും സ്ഥലമില്ലല്ലോ, നീങ്ങടാ. 3 പേരും ഉണ്ടല്ലോ കുട്ടി പിശാശ്. ആ ഒരു ഡയലോഗ് എടുത്താലാടി. ഒന്ന് കുറയ്ക്കടാ, അത് ഓടിപ്പോവടാ. എന്തായാലും ദേഷ്യം വരുന്നോടാ, തല്ലാൻ തോന്നുന്നു. അവൻ തോന്നിയത് വിളിച്ച് പറയുന്നു. എനിക്ക് ദേഷ്യമാണ്. പാവം പാവം. നീ പഠിച്ചാ? മൂന്നെണ്ണല്ലേ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം പഠിച്ചോ? ഗുണ്ടു ഇറങ്ങ്, വെളിയിൽ പോയി കടാ. ഗുണ്ടുവേ, ഗുണ്ടു തന്നെ മൈൻഡ് ചെയ്യണ ആള്. ഇത് മാത്രം മൈൻഡ് ചെയ്യില്ല. കണ്ടാ ഗൈസ്, അവ എപ്പോഴും എന്നെ ഫ്രണ്ടിലേ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ പോയാലും ദണ്ട റോഡ് ഉണ്ടല്ലോ, ഇപ്പം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ അവ അവിടെ തന്നെ നിൽക്കും. ഗേറ്റിനും പുറത്തൊന്നും വരൂല. ഉണ്ട്, ഇവള് കടന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ പോകുന്നില്ല. കണ്ട, അവൻ്റെ ആ ഒരു ബോർഡർ ഉണ്ട് കണ്ട, അവിടെ മാത്രമേ ആളിരിക്കുള്ളൂ, പുറത്തോട്ട് ഇറങ്ങത്തില്ല. എന്താ, അതാണ് അവൻ്റെ ബോർഡർ. അതുകൊണ്ട് ഗേറ്റ് തുറന്നാൽ പെട്ടെന്നൊന്നും പോകൂല. റോഡിൽ നിന്ന് 2 ദിവസമായി മഴയായതുകൊണ്ട് കുളിപ്പിച്ചില്ല. ഒന്ന് കുളിപ്പിക്കാൻ പോവാണേ.
നമ്മുടെ ആമയാണെങ്കിൽ നല്ല രീതിക്ക് കുളിക്കാൻ നിൽക്കും. പക്ഷേ ആമി കുളിക്കണ കാണുമ്പോൾ തന്നെ നമ്മൾ ഗുണ്ടു ഓടി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. പിന്നെ കണ്ടുപിടിച്ച ആളെ വന്ന് കുളിപ്പിക്കണതാണ്. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആളെ 2-3 ദിവസമായി കേട്ടോ, മഴയൊക്കെ ആയിട്ട് കുളിപ്പിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇപ്പം ഇന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്നതല്ലേ, വീട്ടിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഞങ്ങളായാലും അനിയത്തിയായാലും എടുക്കും. എവിടെയും പോയില്ലെങ്കിലും ഒരു ഇതിനു വേണ്ടി കുളിപ്പിക്കുന്നതാണ്. പിന്നെ ആളിത്തിരി മടിയനാണ് കുളിക്കാൻ. പക്ഷെ അമ്മ ഡോഗ് മീൻസ് നമ്മൾ ആമിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ആളിരുന്നോളും. ആദ്യത്തെ ഒരു വിറയിൽ മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങ് ഇരുന്നോളും. പിന്നെ ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് അടുക്കളയിൽ വന്നേ ഓരോ കരിക്കലത്തിൽ വന്ന് തലയിടുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ തേച്ച് ഉരച്ച് കുളിപ്പിക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുളിപ്പിച്ച് ഇന്ന് നൈറ്റായിട്ടും കുഴപ്പമൊന്നുമില്ല. ഇനി വെള്ളമൊന്നും ചെവിയിൽ ആവാണ്ട് തന്നെ കുളിപ്പിച്ചത്, എല്ലായിടവും ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ആളെ കുളിപ്പിക്കുന്നത്. ഒരുപാട് പേരെ കൺസേൺ നമ്മൾ കാണുന്നുണ്ട്, അയ്യോ പിടിക്കണേ, ചെവിയിൽ പിടിക്കണേ, അല്ലെങ്കിൽ വെള്ളം കയറും. നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ്, ആരും പേടിക്കേണ്ട. നമ്മൾ ഗുണ്ടുവിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഗൈസ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയാനൊക്കെ ആളുള്ളതേ. സൺ ബാത്തിങ് ആണോ രണ്ടുപേരും? സൺ ബാത്തിങ് ആണോ? അവൻ കുളിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി കിടക്കുകയാണ് ഗൈസ്. സൺ ബാത്തിങ് ആണ് ആള്. രണ്ട് കറുത്ത കൈ. പാടിക്കോ. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നു വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനുണ്ട്. തിങ്ങും നെഞ്ചെടുപ്പിൻ തിരയാത്തളമില്ല, നിന്നെ ചായുറങ്ങാൻ മതിയാരാഗമില്ല. കൊള്ളാമോ? ഗൈസ് നമുക്കൊരു പാട്ട് പാടി നമുക്ക് ഗുണ്ടുവിന് ഉറക്കാം. ഗുണ്ടു ഉറങ്ങാം. ഇപ്പോഴത്തെ ഹിറ്റ് പാട്ടാണ്. പാടുവോ? മോഹങ്ങളെല്ലാം സോറി ഗുണ്ടുവിനെ പാട്ട് പാടി ഉറക്കാം. നമ്മുടെ കിടക്കുന്ന നോക്ക് ആള് കടിയും പിടിയും കഴിഞ്ഞിട്ടല്ലേ എന്നെ കടിച്ച് പിച്ചിട്ടതാ കിടക്കുന്ന നോക്ക്. പറയോ? പാട്ടാരാമേ ഉറങ്ങിക്കോണേ ഇപ്പം. മോഹങ്ങളെല്ലാം കൊതിത്തീരും മുമ്പ് നേടണം, ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, വിങ്ങും നെഞ്ചുടുക്കിൽ തീരയാത്താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാരാഗമില്ല, ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞിമുട്ടേ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. ഗായ്സ് നമ്മളെ ഗുണ്ടുനെ കണ്ടോ? പാവം ചെറുക്കൻ. ചെക്കനെ കണ്ടോ ഗൈസ്? സന്തോഷമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഇപ്പം. അറ്റടാ എവിടെ ഗുണ്ട? ഉറങ്ങിക്കോയേ, നമ്മള് കഥ കൂട്ടാൻ പോണേ. ഇനി കിടന്ന് ഇവിടെ വിളിച്ച് അലറരുത്, കഥ പിടിച്ച് പൊട്ടിക്കരുത്. ഗുണ്ടുമണി എൻ്റെ പൊന്നോ, അത് കിടക്കുന്നുണ്ടോ ഗൈസ്? ശരി, ബൈ ബൈ. തലയൊക്കെ എടുത്ത് ഷീറ്റിലാക്കിക്കോ. പോണേ ഗൈസ്, ഇതൊന്ന് നോക്കിയേ.
എന്റെ ഫ്രണ്ടിൽ വന്ന് ഈ കിടക്ക ഇത്രയും നേരം ഇരുന്നത് എന്നിട്ട് ഇപ്പൊ നിന്റെ അടുത്ത് വന്ന് അഭിനയം. എന്തോ പരാതി പറയണേണ് അമ്മയെ കുറിച്ച്. റോഡിൽ വിട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നു. ഗേറ്റ് തുറന്നു കിടന്നു. ഗേറ്റ് തുറന്നിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് പിണങ്ങിയിരിക്കണം. നോക്കണ്ടോ ഗൈസ്, കണ്ടോ നോക്കണേ. കണ്ട എങ്ങനെയുണ്ട് ആള്, കില്ലാടിയല്ലേ? നോക്കണേ, ലൈറ്റ് ഇട്ട് കാണിച്ചരാം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തടയി കൊടുക്കാൻ. പിന്നെ അതുകൊണ്ടായിരിക്കും വന്ന് ഓടി കിടന്നത്. അയ്യോ പാവം, ഒന്നും അറിയാത്ത ഒരു പഞ്ചപാവമാണ്. അയ്യോ അയ്യോ, എല്ലാ ദ്രോഹം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് ഉറങ്ങുന്ന കുട്ടി. നോക്ക്, എന്റെ മുമ്പ് എത്ര ഉറങ്ങിപ്പോയാ? ഇത് കേടാ മാപ്പിടി. നോക്കണേ, എന്റെ ഉറങ്ങി. അയ്യോ ഉറങ്ങിപ്പോയല്ലോ. അവിടെ കിടത്തടേ, അവിടെ കിടത്ത്. താഴെ ഇരുത്ത്. മതി മതി. മാസ്ക് ഇട്ടോണ്ട് ഇങ്ങോട്ടോ, ഇങ്ങനെ കിടക്കണായിരിക്കുവേ. എങ്ങനെയുണ്ട്? തടവാൻ വേണ്ടി ഇങ്ങനെ കിടന്നേ നിങ്ങള്. ഞാൻ നിർത്തി. കണ്ട ഗൈസ്, ഓ കിടന്ന് ഇറങ്ങണ്ടോ? ഓ ഉറങ്ങി. പണ്ട് തൊട്ടേ നമ്മളെ ഗുണ്ടു ഇങ്ങനെയാണ്. ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചതാണ് ഗൈസ്. എന്ത് ചെയ്യേ, ഞാൻ ഇങ്ങനെ തടവി കൊടുത്തേ ആളെ പഠിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ.